ആകപ്പാടെ കൺഫ്യൂഷനാണല്ലോ. ഫബ്രീസിയോ റൊമാനോ പറയുന്നു എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ഓഫ് എന്ന്. അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻ ജേക്കബ്സ്, അതേപോലെ തന്നെ ഫ്ലോറിയൻ പ്ലെറ്റൻബർഗ്, അലക്സ് ക്രൂക്ക്, ഇങ്ങനത്തെ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നു ഇറ്റ്സ് സ്റ്റിൽ ഓൺ എന്ന്. അപ്പം നമ്മൾ ആരെ വിശ്വസിക്കണം? ഓഫ് കോഴ്സ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഫബ്രീസിയോ റൊമാനോയ്ക്ക് മേളിൽ പറയാൻ നമ്മൾ പറഞ്ഞ ഈ ജേർണലിസ്റ്റുകൾക്കൊന്നും ക്രെഡിബിലിറ്റി ഇല്ല. ഒരേ ഒരു മനുഷ്യന് മാത്രമേ ഫബ്രീസിയോ റൊമാനോയ്ക്ക് മേളിൽ സംസാരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ളൂ. ആ മനുഷ്യൻ ഡേവിഡ് ഓൺസ്റ്റീൻ ആണ്. ഡേവിഡ് ഓൺസ്റ്റീൻ പക്ഷേ ഒരക്ഷരം പോലും ഇതേവരെ ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫബ്രീസിയോ റൊമാനോ പറയുന്ന കാര്യം നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഡീലിൻ്റെ കാര്യം, ഈ ഒരു എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഫ് നമ്മൾ കേൾക്കുന്നത് ഒരു 4-5 ദിവസം മുന്നെയാണ്. 4-5 ദിവസം മുന്നേ ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ ഒരു ജമീൽ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ട്വീറ്റ് വരുന്ന. ഈ ഒരു ഡീൽ, എഡേഴ്സൻ്റെ ഡീൽ ഓഫാണ് എന്ന് പറഞ്ഞ് ട്വീറ്റ് വരുന്നത്. ആ സമയത്ത് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്ന തരം കമൻസാണ് ഫബ്രീസിയോ റൊമാനോയുടെ ഭാഗത്തുനിന്ന് അന്ന് വന്നത്. പക്ഷേ ഇന്ന് ഫബ്രീസിയോ റൊമാനോ ഡീൽ ഓഫാണെന്ന്, എഡേഴ്സൻ്റെ ഡീൽ ഓഫാണെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പം ജമീൽ ഒരു ട്വീറ്റും കൂടെ ഇടുന്നുണ്ട്. അതിൽ പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഡേഴ്സൻ്റെ ഡീല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മുന്നേ തന്നെ ഓഫാണ്, അല്ലെങ്കിൽ യുണൈറ്റഡിന് അതിൽ നിന്ന് പിന്മാറാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി പിന്മാറാൻ പറ്റത്തില്ല. ഡീൽ ഓൾറെഡി എഗ്രീഡാണ് അറ്റ്ലാന്റയുമായിട്ട്. അങ്ങനെ പെട്ടെന്ന് ചാടി ആ ഒരു ഡീലിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റ യുണൈറ്റഡിനെ കോടതി കയറ്റും. അങ്ങനെ യുണൈറ്റഡിന് നഷ്ടപരിഹാരം ഒക്കെ അറ്റ്ലാന്റയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് അത് പേടിച്ചാണ് യുണൈറ്റഡ് ഈ ഒരു സെക്കൻഡ് മെഡിക്കൽ എന്ന് പറയുന്ന ഈ ഒരു നാടകം അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയുമായിട്ട് രംഗത്ത് ഇറങ്ങിയത്. ഇതൊന്നും പോരാഞ്ഞിട്ട് യുണൈറ്റഡ് പല ജേർണലിസ്റ്റുകളെയും ഉപയോഗിച്ചുകൊണ്ട് പുള്ളി റിപ്പോർട്ട് ചെയ്ത കാര്യം, ഈ ഒരു എഡേഴ്സൻ്റെ ഡീൽ ഓഫാണെന്നുള്ള കാര്യം തെറ്റാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ യുണൈറ്റഡ് ശ്രമിച്ചു എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പല ജേർണലിസ്റ്റുകളും, ഫ്ലോറിയൻ പ്ലെറ്റൻബർഗും അലക്സ് ക്രൂക്കും ബെൻ ജേക്കബ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് തന്നെ ഇവർക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ കൊടുത്ത് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് യുണൈറ്റഡ് നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യുണൈറ്റഡും അതേപോലെ തന്നെ അറ്റ്ലാന്റയും തമ്മിൽ ഈ ഒരു ഡീലിൻ്റെ കാര്യത്തിൽ, ഈ ഒരു എഡേഴ്സൻ്റെ ഡീലിൻ്റെ കാര്യത്തിൽ എഗ്രിമെൻറ്റിൽ എത്തുന്നത് ജൂൺ 2-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ജൂൺ 2-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഈ ഒരു എഡേഴ്സണ് ബ്രസീൽ നാഷണൽ ടീമിലോട്ട് കോളപ്പ് കിട്ടുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജൂൺ 2-ാം തീയതി എഗ്രിമെൻറ്റ് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എഡേഴ്സൺ നേരെ ബ്രസീലിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് എഡേഴ്സൻ്റെ ആ ഒരു ആദ്യത്തെ മെഡിക്കൽ നടക്കുന്നത് ഏകദേശം ജൂലൈ ആദ്യത്തെ ആഴ്ചയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ജൂൺ 2-ഉം ജൂലൈ ആദ്യത്തെ ആഴ്ച ജൂലൈ 2 തന്നെ കൂട്ടിക്കും. അപ്പോൾ അത്രയും ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടിത്തെറികൾ യുണൈറ്റഡിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൈക്കിൾ ക്യാരിക്കിന് ഈ ഒരു പ്ലെയർ എഡേഴ്സിനെ താല്പര്യമില്ല എന്ന തരം റിപ്പോർട്ട്സുകൾ പലയിടത്തും നമ്മൾ കണ്ടു. അത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കാണ് മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീല് നടക്കാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ യുണൈറ്റഡിന് വേറെ ഓപ്ഷൻസ് ഇല്ലാതാകുന്നു. യുണൈറ്റഡിൻ്റെ ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മത്തേസ് ഫെർണാണ്ടസ്, എഡേഴ്സൺ, പിന്നെ ചോമേനി, ഇങ്ങനത്തെ ഒരു പ്ലാനായിരുന്നു. അപ്പോൾ ഈ ചോമേനിയുടെ പ്ലാന്, മത്തേസ് ഫെർണാണ്ടസിൻ്റെ പ്ലാനൊക്കെ തകരുന്നത് കണ്ടപ്പം ആണ് യുണൈറ്റഡ് ഈ ഒരു എഡേഴ്സൻ്റെ പ്ലാനിൽ നിന്ന് പിന്മാറിയത്. പ്ലസ് ക്യാരിക്കിന് എഡേഴ്സനെ താല്പര്യമില്ലായിരുന്നു. ക്യാരിക്കിൻ്റെ ക്യാരിക്ക് പ്ലസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ വിവലിൻ്റെ ഒക്കെ പ്രിഫറൻസ് ശരിക്കും ആന്ദ്രേ സാൻഡോസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആന്ദ്രേ സാൻഡോസിൻ്റെ ഡീല് പെട്ടെന്ന് റയലൊക്കെ ഡീല് നടത്തുന്ന രീതിയിൽ പെട്ടെന്ന് എടുപിടിയുന്ന ആ ഒരു ഡീല് നടത്തുന്നതും ഈ ഒരു സംഭവത്തിൽ നിന്ന് യുണൈറ്റഡ് പിന്മാറുന്നതും ഇങ്ങനത്തെ ഒരു കഥ, സെക്കൻഡ് മെഡിക്കൽ എന്ന് പറയുന്ന ഒരു കഥ ഒക്കെ പടച്ചു വിടുന്നതും. ശരിക്കും എഡേഴ്സൺ ഇങ്ങനത്തെ ഇഞ്ചുറി ഉണ്ട്. ഈ ഒരു മെനിസ്കസ് ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു നീ ഇഞ്ചുറി എഡേഴ്സൺ ഉണ്ട്. പക്ഷേ അത് ഡീലിൽ നിന്ന് പിന്മാറേണ്ട തരം ഒരു പരിപാടിയൊന്നുമല്ല. യുണൈറ്റഡിന് ഒരു കാരണം വേണമായിരുന്നു. അതുകൊണ്ട് മാത്രം ആ ഒരു കാരണം കണ്ടെത്തി യുണൈറ്റഡ് പിന്മാറാനാണ് ശ്രമിച്ചത്. കഴിഞ്ഞ സീസണിലാണ് ഈ ഒരു മിനിസ്കസ് ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു നീ ഇഞ്ചുറി എഡേഴ്സന് സംഭവിക്കുന്ന ആ ഒരു നീ ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട ഒരു മാസം പുള്ളി പുറത്തിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇപ്പം ബ്രസീലിന് വേണ്ടി നാഷണൽ ടീമിലൊക്കെ കളിക്കുന്നുണ്ട്.
ഇതിനിടയ്ക്ക് അറ്റ്ലാന്റ പറയുന്നുണ്ട് ഈ ഒരു ഇഞ്ചുറി പ്രശ്നമൊന്നുമല്ല, യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ തിരിച്ച് എഡേഴ്സണെ ടീമിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യും, പുള്ളി വേറെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും, അങ്ങനത്തെ പല തരം റിപ്പോർട്ട്സും ഇപ്പം വരുന്നുണ്ട്. യുണൈറ്റഡ് എഡേഴ്സണെ സൈൻ ചെയ്യാൻ അത്ര തൽപരരായിരുന്നെങ്കിൽ ഇഞ്ചുറി ആരിനെ പോലും യുണൈറ്റഡ് സൈൻ ചെയ്തേനെ. ഇതിനു മുന്നേ നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്. സെസ്കോ, ഹോയ്ലൻഡ്, ലെനിയോറോ ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഇഞ്ചുവേർഡ് ആയിരുന്നു ആ ഒരു മെഡിക്കലിൻ്റെ സമയത്ത്, എന്നിട്ടും യുണൈറ്റഡ് സൈൻ ചെയ്തു. എന്തുകൊണ്ട്? യുണൈറ്റഡിന് ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ യുണൈറ്റഡ് ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷേ എഡേഴ്സൻ്റെ കാര്യത്തിൽ അതല്ല കാര്യം. റിക്രൂട്ട്മെൻറ്റ് ടീം, കോച്ച് ഇവരൊന്നും കൺവിൻസ്ഡ് അല്ല. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ ആന്ദ്രെ സാന്റോസ് ആണെന്ന് തോന്നി. അങ്ങനെ ആ ഒരു മനുഷ്യനെ സൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഡീലിൽ നിന്ന് യുണൈറ്റഡ് പിന്മാറിയത്. അതുമാത്രമല്ല, യുണൈറ്റഡ് പിന്മാറി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ഡീല് നടക്കത്തില്ലെന്ന് ഉറപ്പായതോടെ പല പ്ലെയേഴ്സിനെയും ഇപ്പം യുണൈറ്റഡുമായിട്ട് പിന്നെ ലിങ്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ജാവോ ഗോമസിൻ്റെ പേര് വരുന്നു, അതേപോലെ തന്നെ മനു കോണയുടെ പേര് വരുന്നു. ഇനി ഒത്തിരി പ്ലെയേഴ്സിൻ്റെ പേര് യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതുവരെയായിട്ടും ആന്ദ്രെ സാന്റോസിനെ നമ്പർ 6 ആയിട്ടാണോ നമ്പർ 8 ആയിട്ടാണോ മൈക്കിൾ ക്യാരിക്ക് കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലൊരു കൺഫർമേഷൻ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് പുള്ളിയുടെ ഒരു പ്രൊഫൈല്, പുള്ളി കളിച്ച പൊസിഷൻസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്പർ 6 ആയിട്ട് കളിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഒരു സെക്കൻഡ് ചോയ്സ് നമ്പർ 6 ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോബി മേനുവിന് ഒരു അണ്ടർ സ്റ്റഡി പ്ലെയർ വേണം, അതേപോലെ തന്നെ ഒരു പ്രോപ്പർ നമ്പർ 6 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് നമ്പർ 6 നമുക്ക് വേണം. അങ്ങനെ 2 മിഡ്ഫീൽഡേഴ്സിനെയും കൂടെ നമ്മൾ സൈൻ ചെയ്യേണ്ടതാണ്. അവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഒരാളെ എന്താണെന്ന് സൈൻ ചെയ്യും. സെക്കൻഡ് മിഡ്ഫീൽഡറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഹുദാഗവ എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ബാർസിലോണയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ ഒരു ഡീല്, കരീം അഡിയമയുടെ ഡീല് നടക്കാൻ പോകുന്നു. കരീം അഡിയമയെ ബാർസിലോണ 22 മില്യൺ യൂറോസ് പ്ലസ് 7 മില്യൺ യൂറോസ്, അങ്ങനെ ആ ഒരു 29 മില്യൺ യൂറോസിൻ്റെ ഡീലിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്ന് കരീം അഡിയമയെ ബാർസിലോണ സൈൻ ചെയ്യാൻ പോകുന്നു. അത് ശരിക്കും റാഷ്ഫോർഡിനെ സംബന്ധിച്ച് രണ്ടാമത്തെ തേപ്പാണ്. ആദ്യം ഗോർഡൻ്റെ രൂപത്തിൽ ഒരു തേപ്പ്, ഇപ്പം അഡിയമയുടെ രൂപത്തിൽ വേറൊരു തേപ്പും ബാർസിലോണ റാഷ്ഫോർഡിന് കൊടുത്തിരിക്കുന്നു. അപ്പം റാഷ്ഫോർഡിനെ ഇനിയിപ്പം പെർമനൻ്റ് ആയിട്ടെന്നല്ല, ലോണിൽ പോലും ബാർസിലോണ സൈൻ ചെയ്യത്തില്ല. കാരണം നമ്മൾ നോക്കി ഈ അഡിയമയുടെ ഡീല് തന്നെ നോക്കിയാൽ ഓവറോൾ ഡീൽ എന്ന് പറയുന്നത് ഏകദേശം 30 മില്യൺ യൂറോസിനടുത്താണ്. അത് നമ്മൾ ബാർസിലോണയിൽ നിന്നും റാഷ്ഫോർഡിന് വേണ്ടി ചോദിച്ച പ്രൈസാണ്. ബാർസിലോണയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാത്തത്, താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ്. ലോണിലാണെങ്കിൽ മാത്രം സൈൻ ചെയ്യാമെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഉദ്ദേശം. അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസിലോണയിൽ ആ ഒരു ഫെറാൻ ടോറസ് ഇപ്പം PSG പോകാൻ നിൽക്കുന്നു എന്ന തരം റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു ഡീല് നടക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു കരീം അഡിയമ എന്ന് പറയുന്ന പ്ലെയറിനെ ഒരു ബാക്കപ്പ് ലെഫ്റ്റ് വിങ്ങറായിട്ടും അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ടും വേണമെങ്കിൽ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാവുന്ന തരം ഒരു പ്ലെയറാണ് ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഈ ഒരു കരീം അഡിയമി. അപ്പോൾ അത്രയും വേഴ്സറ്റൈലാണ്, യങ്ങറാണ്, 24 വയസ്സേ ഉള്ളൂ, റാഷ്ഫോർഡിനേക്കാൾ യങ്ങറാണ്, വേജ് ഡിമാൻഡ്സ് സാലറി കുറവാണ്. അങ്ങനത്തെ പല ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു കരീം അഡിയമയെ ബാർസിലോണ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം റാഷ്ഫോർഡിന് വേണ്ടി പുതിയ താവളങ്ങൾ അല്ലെങ്കിൽ പുതിയ മുതലാളിമാരെ നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ക്ലബ്ബുകളെ നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡ് മിക്കവാറും പ്രീമിയർ ലീഗിൽ തന്നെ ടോട്ടനാം, അതേപോലെ തന്നെ ന്യൂകാസിൽ ഇങ്ങനത്തെ ടീമുകൾ റാഷ്ഫോർഡിന് വേണ്ടി വരും, കാശ് തരും, കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിശ്വാസം. യുണൈറ്റഡിലോട്ടുള്ള ഒരു തിരിച്ചുവരവ് വേണ്ട എനിക്ക് വയ്യ, ഇനിയും വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ വയ്യ, പുകഞ്ഞ കൊള്ളി പുറത്ത്. അപ്പം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പിന്നെ കമൻസ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല വീഡിയോ ആണ്.